അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാണ്ടൊന്നും പിന്നെ ഓപ്പറേഷൻ ആക്കിയൊന്ന് പിന്നെ ನನಗೆ ಗೊತ್ತಾಯಿ ಕ್ಯಾನ್ಸರ್ ಅನ್ನಟ್ಟು 12 കീമോ കൂടെ ആക്കി സുമാറാവും ചില്ലരെ അതിന് കൂടെ കുറഞ്ഞില്ല. ഇപ്പോൾ കീമിയോതെറപ്പി ആക്കണമെന്ന് ചെന്നേരി അതിലേക്ക് ഞങ്ങളുടെ പൈസ ഇല്ല. എല്ലാ പൈസയും ഞങ്ങൾ വിട്ടിട്ട് എല്ലാം തീർത്തിന് ഞങ്ങളുടെ എന്തില്ല. ഇപ്പം നിങ്ങളെത്തര ഞാൻ കേട്ടോണ്ടുള്ള എനിക്ക് സഹായിക്കണമെന്നിട്ട് എൻ്റെ രണ്ട് കിടാക്കൊക്കെ വേണമായിട്ടേ എല്ലാവരും സഹായിക്കണം. വാപ്പയില്ലെങ്കും മക്ക അങ്ങനെ ചെയ്യിച്ചു വന്നിട്ട് ഉമ്മ ഇല്ലെങ്കിൽ മക്കൾക്ക് ചെയ്യിക്കാൻ ഭാര്യ ഭംഗം ബുദ്ധിമുട്ടുണ്ട്. അതിലേക്ക് പറയാനായിട്ട് ഞാൻ നിങ്ങൾ കേട്ടോന്നുള്ളേ ഉമ്മാനെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആ ഉമ്മാനെ ഒതുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഹെൽപ്പാക്കണം. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ನಮಸ್ತೆ ನನ್ನೆಲ್ಲ ಆತ್ಮೀಯ ಸಹೋದರರೇ, ಈ ವಿಡಿಯೋವನ್ನು ನೀವು ಎಮರ್ಜೆನ್ಸಿಯಾಗಿ ಶೇರ್ ಮಾಡಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ 2 ಸಣ್ಣ ಹೆಣ್ಣು ಮಕ್ಕಳ ಒಂದು ತಾಯಿಯ ಜೀವ ಉಳಿಸುವ ಸಲುವಾಗಿ ಇವತ್ತು ಈ ಸಾಲತ್ತೂರಿನ ಬಂಟ್ವಾಳ ತಾಲೂಕಿನ ಸಾಲತ್ತೂರಿನ ಕಾಡು ಮಠದಲ್ಲಿ ಈ ಊರಿನ 2 ಮಕ್ಕಳ ಈ ಸಣ್ಣ ಹೆಣ್ಣು ಮಕ್ಕಳ ತಾಯಿ 37 ವರ್ಷದ ರಜಿಯಾ ಬಾನು ಎಂಬ ಸಹೋದರಿ ಮಾರಕವಾದಂತಹ ಲುಕೇಮಿ ಎಂಬ ರಕ್ತದ ಕ್ಯಾನ್ಸರ್ಗೆ ಬ್ಲಡ್ ಕ್ಯಾನ್ಸರ್ಗೆ ತುತ್ತಾಗಿ ಬಹಳಷ್ಟು ಒಂದು ಚಿಂತಾಜನಕ ಸ್ಥಿತಿಯಲ್ಲಿದ್ದಾರೆ. ಅವರು ಹೇಳುವೊಂದು ಮಾತಿದೆ, ಅವರ ಗಂಡ ಹಕೀಮ್ ಹೇಳುವೊಂದು ಮಾತಿದೆ, ನನಗಿಂತ ಮುಖ್ಯವಾಗಿ ಬೇಕಾಗಿರುವುದು ನನ್ನ ಮಕ್ಕಳಿಗೆ ನನ್ನ ಹೆಂಡತಿನ ಅವರ ತಾಯಿಯಾಗಿದ್ದಾರೆ. ಆದ್ದರಿಂದ ನನ್ನೆಲ್ಲ ಆತ್ಮೀಯ ಸಹೋದರರೇ, ಈ 2 ಮಕ್ಕಳು ತಾಯಿ ಎಂದು ಕರೆದು ಕೂಗು ಆಸೆ ತೀರುವ ಮುನ್ನ ಆ ತಾಯಿಯ ಒಂದು ಮರಣವನ್ನು ನೋಡುವಂತಹ ಒಂದು ಭಾಗ್ಯವನ್ನು ಅಲ್ಲಾಹು ಕರುಣಿಸಿದರಲಿ. ಆದ್ದರಿಂದ ಈ ವಿಡಿಯೋವನ್ನು ಈ ಮಕ್ಕಳಿಗೋಸ್ಕರ ಆ ರಜಿಯಾ ಬಾನು ಎಂಬ ತಾಯಿಯನ್ನು ಉಳಿಸಲಿಗೋಸ್ಕರ ನೀವು ಖಂಡಿತವಾಗಿ ನೀವು ಶೇರ್ ಮಾಡಬೇಕು. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ജമാഅത്ത് ഖതീബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ ഈ വിഷയം, നമ്മൾ പ്രിയപ്പെട്ട ഹക്കീമിൻ്റെ 2 മക്കളാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അവരെ പ്രിയപ്പെട്ട ഉമ്മ റസിയ ഏകദേശം വർഷങ്ങളോളമായി ഈ ചികിത്സ നടത്തി സ്വന്തം കുടുംബമാണ്. ഇതുവരെ ആരും മുമ്പിൽ അവർ കൈനീട്ടിയിട്ടില്ല. ഈ സമയത്ത് സമുദായത്തിൻ്റെ മുമ്പിൽ കൈനീട്ടലല്ലാതെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കുടുംബത്തെ, ആ സഹോദരിക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ അകമഞ്ഞ് സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സാലത്തൂർ ജുമാഅത്ത് പള്ളിയുടെ ഖത്തീബാണ്, ഇവരുടെ മഹലിൻ്റെ ഖത്തീബാണ്. അപ്പോൾ നമ്മുടെ ഹക്കീമിൻ്റെ ഭാര്യ റസിയ ക്യാൻസറിൻ്റെ കാര്യമെല്ലാം ജലീൽ ഭായി പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സാധുക്കളായ ഒരു കുടുംബമാണ്, 2 മക്കളുണ്ട്. ആ മക്കളെ മുഖം നോക്കുമ്പോൾ വല്ലാണ്ട് വിഷമമുണ്ട്. കാരണം ഒരു വാപ്പയെക്കാളും മക്കൾക്ക് വേണ്ടത് ഉമ്മയുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആ പാവപ്പെട്ട മക്കളെ കാണുമ്പോൾ തികച്ചും നമ്മുടെ കണ്ണിൽ കണ്ണീര് വരികയാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി, ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി 35 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമുദായം ഇത് ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു തുക നിങ്ങളൊക്കെയും അവർക്ക് സംഭരിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ സമുദായത്തിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സാധുവായ കുടുംബത്തിന് നിങ്ങളൊരു ബിന്ദുവായി ആ ഒരു സംഖ്യയിൽ അലിഞ്ഞു ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಇಲ್ಲಿ ನೆರೆದಿರುವಂತಹ ವ್ಯಕ್ತಿಗಳು ಹೇಳಿದ ಹಾಗೆ ನಮ್ಮ ಹಕೀಮ್ರವರು, ಅವರ ಧರ್ಮಪತ್ನಿ ರಜಿಯಾ ಬಾನು 35 ಲಕ್ಷ ರೂಪಾಯಿಯ ಚಿಕಿತ್ಸೆಗೆ ಸಾಧ್ಯತೆ ಇರುವಂತಹ ಒಂದು ರೋಗಕ್ಕೆ ತುತ್ತಾಗಿದ್ದಾರೆ. ನನ್ನ ಹಿಂದಿನವರ ವಿವರಣೆಯಿಂದ ನಿಮಗೆಲ್ಲ ಅರ್ಥ ಆಗಿದೆ. ನಾನು ಇವರ ನೆರೆಯವನು, ಎಲ್ಲ ವಿಷಯ ನನಗೆ ಗೊತ್ತು. ನಿಜವಾಗಿಯೂ ಈ ಕುಟುಂಬದವರು ಸ್ವಾಭಿಮಾನಿಗಳು, ಪರೋಪಕಾರಿಗಳು. ಇವರಲ್ಲಿ ಯಾರಿಗಾದರೂ ಏನಾದರೂ ತೊಂದರೆ ಬಂದಾಗ ಮೊದಲು ಧಾವಿಸಿ ಸಹಾಯ ಮಾಡುವಂಥವರು. ಅವರು ದುಡಿದು ತಿನ್ನುವವರು. ಇದುವರೆಗೂ ಯಾರ ಮುಂದೆ ಅವರು ಕೈಚಾಚಲಿಲ್ಲ, ಸ್ವಾಭಿಮಾನದಿಂದ ಬದುಕುವವರು. ಆದರೆ ಈಗ ಇದು ಅನಿವಾರ್ಯತೆ ಉಂಟಾಗಿದೆ. ನಿಜಕ್ಕೂ ಇವರು ಸಹಾಯಕ್ಕೆ ಅರ್ಹರಾಗಿದ್ದಾರೆ. ಹೆಸರು ಜಯರಾಮ, ನಾನು ರಿಟೈರ್ಡ್ PDO ಆಗಿದ್ದೇನೆ.
ಇಲ್ಲಿ ಎಲ್ಲ ಸೇರಿದಂಥ ಬಂಧುಗಳಲ್ಲಿ ವಿನಂತಿಸುವುದೇನೆಂದರೆ, ನಮ್ಮ ಕಾಡುಮಠ ಶ್ರೀ ಹಕೀಮ್ರವರ ಧರ್ಮಪತ್ನಿ ರಜಿಯಾ ಬಾನು ಇವರು ಈ ಕ್ಯಾನ್ಸರ್ ರಕ್ತದ ಕ್ಯಾನ್ಸರ್ನಿಂದ ಬಳಲುತ್ತಿದ್ದಾರೆ. ಆದರೆ ಈಗ ಕೊನೆಯ ಹಂತದಲ್ಲಿ ಈ ರಜಿಯಾ ಬಾನುವರು ರಕ್ತದ ಕ್ಯಾನ್ಸರ್ನಿಂದ ಬಚಾವು ಮಾಡಬೇಕಂತಾದರೆ, ಅವರ ಆರೋಗ್ಯವನ್ನು ಕಾಪಾಡಬೇಕು ಅಂತಾದರೆ ಈ 35 ಲಕ್ಷ ಬೇಕು